വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒളിമ്പിക് ഗെയിംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒളിമ്പിക്സിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഉണ്ട്. ഒളിമ്പിക്സിൽ, അതായത് പാരീസ് ഒളിമ്പിക്സ് ആണ് 2024 നടന്നത് അല്ലെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡലുകൾ നേടി ഇന്ത്യക്കാരിയായ ഇന്ത്യൻ വനിതാ ഷൂട്ടർ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? മനു ഭാക്കർ ആണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡലുകൾ നേടിയ ഇന്ത്യക്കാരിയായ ഇന്ത്യൻ വനിതാ ഷൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ മനു ഭാക്കർ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇന്ത്യൻ വനിതാ ഷൂട്ടർ ആരാണ്? ഒന്നിലധികം മെഡലുകൾ നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിതാ ഷൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ മനു ഭാക്കർ ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി ചരിത്രത്തിൽ ആ ഒളിമ്പിക്സ് വേദിക്ക്, അല്ലെങ്കിൽ ചരിത്രത്തിൽ 2024 പാരീസ് ഒളിമ്പിക്സിന് പ്രത്യേകത കൂടെയുണ്ട്. സ്ത്രീ പുരുഷ അനുപാതം തുല്യമാകുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് വെച്ചാൽ അത് പാരീസിലെ 2024 ഒളിമ്പിക്സ് ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കും. അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യമായി സ്ത്രീ പുരുഷ അനുപാതം തുല്യമാകുന്ന ഒളിമ്പിക്സ് ആണെന്ന് കൂടി ഓർത്തു വയ്ക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് ഏത് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് മത്സരിച്ച കായിക ഇനം ഏതാണ്? ഗുസ്തിയാണ്. ഇനി പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് പുരുഷ സിംഗിൾസ് സ്വർണ്ണ മെഡൽ ആർക്കായിരുന്നു? പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് നൊവാക് ജോക്കോവിച്ചിനാണ്. അപ്പൊ നൊവാക് ജോക്കോവിച്ചിനാണ് പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട 2 രാജ്യങ്ങൾ ഏതാണ്? ഏതൊക്കെ രാജ്യങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിന് വിലക്കിയത്? റഷ്യയും ബെലാറസും ആണ് ആ 2 രാജ്യങ്ങൾ ഓർത്തു വയ്ക്കാം. പാരീസ് ഒളിമ്പിക്സിൽ വിലക്കേർപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ബെലാറസും. ഇനി പാരീസ് ഒളിമ്പിക്സ് സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ നേടിയ കായികനും ഏതായിരുന്നു? അപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് കുശാലെ വെങ്കല മെഡൽ നേടിയ കായികനും സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ നേടിയ കായികനും ഏതായിരുന്നു? ഷൂട്ടിംഗ് ആയിരുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പാരീസ് ഒളിമ്പിക്സിൽ സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ നേടിയ കായികനും ഏതായിരുന്നു? ഷൂട്ടിംഗ് ആണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ ഷൂട്ടിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ആരാണ് പാരീസ് ഒളിമ്പിക്സിൽ? സ്വപ്നിൽ കുശാലയാണെന്ന് ഓർത്തുവയ്ക്കുക. ഇനി 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നാണ്. അപ്പൊ 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സിന്റെ പ്രമേയം എന്തായിരുന്നു? ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നായിരുന്നു. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് എത്ര ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്തത് വെച്ചാൽ 117 താരങ്ങളാണ് പങ്കെടുത്തത്. പാരീസ് ഒളിമ്പിക്സിൽ എത്ര ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്തു? 117 ഇന്ത്യൻ താരങ്ങളാണ് പങ്കെടുത്തത്. ഇനി നമ്മൾ പറഞ്ഞു പാരീസിൽ ഒളിമ്പിക്സ് 3 തവണ വേദിയായിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ 3 തവണ വേദിയായിട്ടുള്ള വർഷങ്ങൾ പറയുകയാണെങ്കിൽ 1900, 1924, പിന്നെ 2024 കൂടെ ഓർത്തു വയ്ക്കാം. ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യനുകളിൽ നോക്കാം. പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് ഏത് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സുമായി റിലേറ്റ് ചെയ്താൽ അദ്ദേഹം മത്സരിച്ച കായിക ഇനമാണ് ഗുസ്തിയാണെന്ന് മനസ്സിലാക്കുക. ഇനി പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണെന്ന് നോക്കുക. ടെന്നീസിൽ പുരുഷ സിംഗിൾസ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് നൊവാക് ജോക്കോവിച്ച്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന വിലക്കപ്പെട്ട 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ബെലാറസും ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി പാരീസ് ഒളിമ്പിക്സില് വെങ്കല മെഡൽ നേടിയ കായികനും ഷൂട്ടിങ്ങിന് വെങ്കല മെഡൽ നേടിയ കായിക താരമാരാണ് ചോദിച്ചാൽ സ്വപ്നിൽ കുശാലയാണ്. അപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ വെങ്കല മെഡൽ നേടിയ കായിക താരമാരാണ്? സ്വപ്നിൽ കുശാലയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിന്റെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയമാണ് എന്താ? ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഈ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 117 ആണെന്ന് ഓർത്തു വയ്ക്കുക. ഈ പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് 3 തവണയാണ്. 1900, 1924, പിന്നെ 2024 കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മള് ഒളിമ്പിക്സിൽ തന്നെ മറ്റൊരു കാര്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത്, പാരാലിമ്പിക്സ് അല്ലെ. അപ്പൊ ശാരീരിക വൈകല്യമുള്ളവർക്ക് അല്ലെങ്കിൽ ശാരീരിക പരിമിതി ഉള്ളവർക്ക് പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന്റെ പേരാണ് പാരാലിമ്പിക്സ്. നമുക്കറിയാം. അപ്പൊ അതിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന്, ശാരീരിക പരിമിതികളുള്ള കായിക താരങ്ങൾക്കായി ഒളിമ്പിക്സ് ശൈലിയിലുള്ള ആദ്യത്തെ മത്സരം നടന്നത് എവിടെയാണ്? റോമിലാണ്. അപ്പൊ പാരാലിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത് എവിടെയാണ്? റോമിലാണെന്ന് ഓർത്തു വയ്ക്കാം. ശാരീരിക പരിമിതികളുള്ള കായിക താരങ്ങൾക്ക് വേണ്ടിയാണ് ഒളിമ്പിക്സ് നടത്തപ്പെട്ടത്. ഒളിമ്പിക്സ് ശൈലിയിൽ തന്നെയാണ് നടത്തപ്പെട്ടത്. ആ മത്സരം ആദ്യമേ നടന്നത് റോമിലാണെന്ന് കൂടെ ഓർത്തു വയ്ക്കാം. ഇനി പാരാലിമ്പിക്സിന്റെ ചിഹ്നം എന്തായിരുന്നു?
3 ചന്ദ്രക്കലകളാണ് പാരാലിമ്പ്സിന്റെ ചിഹ്നമെന്ന് ഓർത്തു വെക്കാം. 3 ചന്ദ്രക്കലകളാണ് പാരാലിമ്പ്സിന്റെ ചിഹ്നമെന്ന് ഓർത്തു വെക്കാം. ഇനി പാരാലിമ്പ്സിന്റെ ചിഹ്നമായ 3 ചന്ദ്രക്കലകളിലെ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ ഓർത്തു വെക്കാം. ചുവപ്പ്, നീല, പച്ച എന്നിവയാണ് പാരാലിമ്പ്സിന് ചിഹ്നമായ 3 ചന്ദ്രക്കലകൾ എന്ന് ഓർത്തു വെക്കുക. ചുവപ്പ്, നീല, പച്ച. ഇനി പാരാലിമ്പ്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏതാണ്? പാരാലിമ്പ്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏത് തന്നെയാണ്? അമേരിക്കയാണെന്ന് ഓർത്തു വെക്കുക. ഏഷ്യയിൽ ആദ്യമേ നടന്ന പാരാലിമ്പ്സ് ഏതാണ്? ടോക്കിയോ പാരാലിമ്പ്സ് ആണ്. ഏഷ്യയിലായിട്ട് ആദ്യമായിട്ട് പാരാലിമ്പ്സ് നടന്നത് എവിടെയാണ്? ടോക്കിയോയിലാണ്. 1964 നടത്തിയത് കൂടെ ഓർത്തു വെക്കുക. ഇനി പാരാലിമ്പ്സിന്റെ എത്രാമത്തെ എഡിഷൻ 2024 പാരീസിൽ നടന്നത് വെച്ചാൽ 17ാമത്തെ എഡിഷൻ ആണ് 2024 പാരീസിൽ നടന്നത് കൂടെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അടുത്ത ചോദ്യം, എത്ര തവണയാണ് പാരാലിമ്പ്സിന്റെ പാരീസ് വേദിയാവുന്നത്? എത്ര തവണയാണ് പാരാലിമ്പ്സിന് പാരീസ് വേദിയാവുന്നത്? ഒരു തവണയാണ് പാരാലിമ്പ്സിന് പാരീസ് വേദിയായി തീർന്നത് ഓർത്തു വെക്കുക. ഒന്നുകൂടെ നമുക്ക് നോക്കാം. പാരാലിമ്പ്സ് എന്ന് പറയുന്നത് ശാരീരിക പരിമിതിയുള്ള കായികങ്ങൾക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക് ശൈലിയിൽ നടക്കുന്ന മത്സരമാണ്. അത് ആദ്യമേ നടന്നത് റോമിലാണ്. പാരാലിമ്പ്സിന്റെ ചിഹ്നം എന്നറിയപ്പെടുന്ന 3 ചന്ദ്രക്കലകളാണ്. ഈ 3 ചന്ദ്രക്കല നിറങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചുവപ്പ്, നീല, പച്ച എന്നാണെന്ന് ഓർത്തു വെക്കുക. പാരാലിമ്പ്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഏഷ്യയിൽ ആദ്യമേ നടന്ന പാരാലിമ്പ്സ് ഏതാണെന്ന് വെച്ചാൽ ടോക്കിയോ ആണ്. 1964 ഒളിമ്പിക്സ് നടന്നും കൂടെ ഓർത്തു വെക്കുക. പാരാലിമ്പ്സിന്റെ എത്രാമത്തെ എഡിഷനാണ് 2024 പാരീസിൽ നടന്നത്? 17ാമത്തെ എഡിഷനാണ്. ഒരു തവണ മാത്രമാണ് പാരാലിമ്പ്സിന്റെ പാരീസ് വേദിയാണെന്നും കൂടെ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാരീസിൽ നടന്ന പാരാലിമ്പ്സിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? അടുത്ത ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് പാരീസിൽ നടന്ന പാരാലിമ്പ്സിൽ ഇന്ത്യൻ ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 84 അംഗങ്ങളാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഇനി പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡൽ നേടി? പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡൽ നേടി? 29 മെഡലുകളാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചത്. അത് 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമാണെന്ന് ഓർത്തുവയ്ക്കും. 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡൽ നേടി? എത്ര മെഡൽ നേടിയെന്ന് വെച്ചാൽ 19 മെഡലുകളാണ്. എന്നാൽ 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 29 മെഡലുകൾ നേടാൻ സാധിച്ചു. 19 മെഡലുകളാണ് 2021 ടോക്കിയോയിലാണ് 1964 നടന്നു. 1964 ടോക്കിയോയിൽ നടന്ന പാരാലിമ്പിക്സിലെ ഇന്ത്യക്ക് 19 മെഡലുകളാണ് നേടാൻ സാധിച്ചത്. ഇനി പാരീസ് പാരാലിമ്പിക്സിൽ 2024 നടന്നതിൽ 29 മെഡലുകൾ നേടാൻ സാധിച്ചു. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 29 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 18 ആയിരുന്നു കൂടെ ഓർത്തു വയ്ക്കുക. ഈ 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇന്ത്യ അന്ന് നേടിയ മെഡലുകളുടെ എണ്ണം 19 ആണ്. സ്ഥാനം 24 ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ഹർവീന്ദർ സിംഗ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് സ്വർണം നേടിക്കൊടുത്ത പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരം ആരാണ്? ഹർവീന്ദർ സിംഗ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ പാരീസിന്റെ പാരാലിമ്പിക്സ് ഇന്ത്യൻ ടീമിൽ നിന്ന് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 84 അംഗങ്ങളായിരുന്നു. ഇന്ത്യ പാരീസ് പാരാലിമ്പിക്സിൽ എത്ര മെഡലുകൾ നേടി? 29 മെഡലുകൾ നേടിയത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 18 ആയിരുന്നു. ഇനി 2021 ടോക്കിയോയിലെ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 19 ആയിരുന്നു. അവിടെ സ്ഥാനം എന്ന് പറയുന്നത് 24 ആയിരുന്നു. അവിടെ ഓർത്തു വെക്കാം. ഇനി പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ആരെന്ന് വെച്ചാൽ ഹർവീന്ദർ സിംഗ് ആണെന്ന് കൂടെ ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? നമ്മൾ ഇപ്പൊ പഠിച്ചത് പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരമാണ് പഠിച്ചത്. ആരാണ്? അത് ഹർവീന്ദർ സിംഗ് ആണ്. ഇവിടെ പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ശീതൾ ദേവിയാണ്. മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ശീതൾ ദേവിയാണെന്ന് ഓർത്തു വെക്കുക. പാരീസ് പാരാലിമ്പിക്സിൽ ജാവലിനിൽ സ്വർണം നേടുന്ന ഇന്ത്യൻ താരം ആരാണ്? പാരീസ് പാരാലിമ്പിക്സിൽ ജാവലിനിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം സുമീത് ആന്റൽ ആണെന്ന് ഓർത്തു വെക്കുക. സുമീത് ആന്റലിനാണ് ജാവലിനിൽ സ്വർണം നേടാൻ സാധിച്ചത്. എവിടെയാണ്? പാരീസ് പാരാലിമ്പിക്സിൽ എന്ന് ഓർത്തു വെക്കുക. ഇനി പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിന്റൺ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? നിതേഷ് കുമാർ ആണ്. അടുത്തത് 2024 പാരാലിമ്പിക്സിലെ ഭാഗ്യചിഹ്നം എന്താണ്? ചുവന്ന ഫ്രിജിയൻ തൊപ്പി തന്നെയാണ് 2024 പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം കൂടെ ഓർത്തു വെക്കും. ചുവന്ന ഫ്രിജിയൻ തൊപ്പിയാണ് 2024 പാരാലിമ്പിക്സിന്റെ ചിഹ്നമെന്ന് ഭാഗ്യചിഹ്നമെന്ന് ഓർത്തു വെക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി 2024 പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ചുവന്ന ഫ്രിജിയൻ തൊപ്പി അല്ലെ? അപ്പൊ 2024 എന്താണ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ത് തന്നെയായിരുന്നു? ചുവന്ന ഫ്രിജിയൻ തൊപ്പിയായിരുന്നു. ഇനി അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് 2024 പാരീസ് പാരാലിമ്പിക്സിൽ
94 സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ 220 മെഡലുമായി മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രാജ്യം ഏതായിരുന്നു? ചൈനയായിരുന്നു. അപ്പൊ 2024 പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ സ്ഥാനത്ത് ഒന്നാമതെത്തിയ രാജ്യം ഏതാന്ന് വെച്ചാൽ അത് ചൈനയാണെന്ന് കൂടെ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. പാരാലിമ്പിക്സിൽ തുടർച്ചയായിട്ട് 3 പ്രാവശ്യവും മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണെന്ന് വെച്ചാൽ മാരിയപ്പൻ തങ്കവേലുവാണ്. അദ്ദേഹത്തിന്റെ ഇനം എന്ന് പറയുന്നത് ഹൈ ജമ്പ് ആയിരുന്നു കൂടെ ഓർത്തു വെക്കുക. ഇനി ഒരു രാജ്യത്തിന് പാരാലിമ്പിക്സിലേക്ക് അയക്കാൻ കഴിയുന്ന പരമാവധി കായിക താരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 500 ആണ്. ഒരു രാജ്യത്തിന് പാരാ ഒളിമ്പിക്സിലേക്ക് അയക്കാൻ കഴിയുന്ന പരമാവധി കായിക താരങ്ങളുടെ എണ്ണം 500 ആണ്. ഇനി 2020 ടോക്കിയോ ഗെയിംസിലൂടെ പാരാലിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ച രാജ്യം ഏതാണ്? 2024 ടോക്കിയോ ഗെയിംസിലൂടെയാണ് പാരാലിമ്പിക്സിന് അരങ്ങേറ്റം കുറിച്ചത്. ഏത് രാജ്യം? മാലദ്വീപ് എന്ന രാജ്യമാണ് 2020 ടോക്കിയോ ഗെയിംസിലെ പാരാലിമ്പിക്സിൽ ആദ്യമായിട്ട് പങ്കെടുത്തത്. ഇനി പാരാലിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ്. പാരാലിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ദീപ മാലിക് എന്ന് ഓർത്തു വയ്ക്കുക. ഒന്നുകൂടെ മനസ്സിലാക്കാം, തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മാരിയപ്പൻ തങ്കവേലുവാണ്. അദ്ദേഹത്തിന്റെ ഇനം എന്ന് പറയുന്ന ഹൈ ജമ്പ് ആയിരുന്നു. ഇനി ഒരു രാജ്യത്തിന് പാരാലിമ്പിക്സിലേക്ക് അയക്കാൻ കഴിയുന്ന പരമാവധി കായിക താരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 500 ആണ്. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സ് പാരാലിമ്പിക്സിന് 2020 ടോക്കിയോ പാരാലിമ്പിക്സിന്റെ പ്രത്യേകതയുണ്ട്. ഒരു രാജ്യം ഇതിന്റെ അരങ്ങേറ്റം കുറിച്ച് തന്നാണ്. അത് ഏത് രാജ്യം എന്ന് വെച്ചാൽ മാലിദ്വീപാണ്. മാലിദ്വീപാണ് 2020 ടോക്കിയോ ഗെയിംസ് പാരാലിമ്പിക്സിൽ ആദ്യമായിട്ട് പങ്കെടുത്തത്. പിന്നെ പാരാലിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്ന് വെച്ചാൽ ദീപ മാലിക് ആണ് കൂടെ ഓർത്തു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒളിമ്പിക്സുമായി മാക്സിമം എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കറണ്ട് അഫയേഴ്സും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കാം. നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാമിനേഷനും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ക്ലാസ് ആണിത്. അപ്പൊ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിന് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾക്കായി ഈ ക്ലാസ് തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.